തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഏറെ കോളക്കമുണ്ടാക്കിയ 2 കേസുകളിലെ പ്രതികൾ പിടിയിൽ. നിസ്സാരമായ വാക്കുതർക്കത്തെ തുടർന്ന് ചിറയൻകീഴിൽ യുവാവിനെ കുത്തിക്കൊന്ന ഓട്ടോ ജയൻ, ആറ്റിങ്ങലിൽ തനിച്ചു താമസിച്ചിരുന്ന വൃദ്ധയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി അമൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ചൂണ്ടയിട്ട് പിടിച്ച മീനിന്റെ വില സംബന്ധിച്ച തർക്കത്തിലാണ് ജയൻ ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നിരുന്ന വിഷ്ണു എന്ന യുവാവിനെ കുത്തിക്കൊന്നത്. തുടർന്ന് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. സ്വദേശിയായ വിഷ്ണു ചിറയൻകീഴ് ആനത്തലവട്ടം ചുണ്ടക്കടവിൽ കുത്തേറ്റ് മരിച്ച കേസിൽ മുഖ്യപ്രതിയാണ് ഓട്ടോ ജയൻ എന്ന് വിളിക്കുന്ന ജയൻ. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാൾ 1 മാസത്തിനു ശേഷമാണ് പിടിയിലാകുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജയനെ കണ്ടെത്തുക ദുഷ്കരമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തിയും നിരവധി പേരെ ചോദ്യം ചെയ്തുമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. റൂറൽ SP-യുടെ ഷാഡോ സംഘവും ആറ്റിങ്ങൽ DYSP-യുടെ അന്വേഷണ സംഘവും പല ടീമുകളായി തിരിഞ്ഞാണ് പ്രതിക്കായി തെരച്ചിൽ നടത്തിയത്. ജയന്റെ ഒരു അകന്ന ബന്ധുവിൽ നിന്നും ലഭിച്ച വിവരമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ജയന്റെ കൂട്ടാളിയായ മാമം സ്വദേശിയെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ വിഷ്ണു സുഹൃത്തുക്കളുമൊത്താണ് വാമനപുരം ആറിന്റെ തീരത്തുള്ള ചൂണ്ടക്കടവിൽ എത്തിയത്. ചൂണ്ടയിട്ട് പിടിച്ച മീനിന്റെ വില സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ ജയനെ റിമാൻഡ് ചെയ്തു. ആറ്റിങ്ങൽ മണ്ണൂർ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60 വയസ്സുള്ള വിധവയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയ അമൽകുമാർ. ആലങ്കോട് മണ്ണൂർ ഭാഗം സ്വദേശിയാണ് ഈ 53-കാരൻ. വാടക വീട്ടിൽ താമസിക്കുന്ന വൃദ്ധ രാത്രി വീടിന് പുറത്തിറങ്ങിയ സമയം ഇരുട്ടിൽ പതിയിരുന്ന പ്രതി ഇവരെ തള്ളി കിടപ്പുമുറിക്കകത്തു കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 ആറ്റിങ്ങൽ.